മുൻ DGP ആർ ശ്രീലേഖ IPS തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡിൽ നിന്ന് നേടിയ ഐതിഹാസിക വിജയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ദീർഘകാലം നിയമപാലന രംഗത്ത് പ്രവർത്തിച്ച ഒരു വനിത സംസ്ഥാന ഭരണത്തിന്റെ നഗര തലപ്പത്തേക്ക് വരുന്ന അപൂർവ പ്രതിഭാസത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ആർ ശ്രീലേഖയുടെ പൊതുജീവിതം തന്നെ റെക്കോർഡുകളുടെ ഒരു പരമ്പരയാണ്. IPS നേടിയ ആദ്യ മലയാളി വനിത എന്ന പദവിക്ക് ഉടമയായ അവർ കേരളത്തിലെ DGP റാങ്കിലെത്തിയ ആദ്യ വനിത IPS ഉദ്യോഗസ്ഥ എന്ന ബഹുമതിയും നേടി. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ നിയമപാലന രംഗത്ത് നൽകിയ സേവനങ്ങൾ വിപുലമാണ്. 4 വർഷത്തോളം CBI കൊച്ചി യൂണിറ്റിലെ സേവനം അവരുടെ അന്വേഷണ വൈദഗ്ധ്യത്തിന് അടിവരയിടുന്നു. ചേർത്തല, തൃശൂർ എന്നിവിടങ്ങളിൽ ASP ആയും തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ASP ആയും പ്രവർത്തിച്ചു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഡയറക്ടറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം വിവിധ ഭരണതലങ്ങളിൽ അവർ പ്രവർത്തിച്ച ഈ പരിചയ സമ്പത്ത് സങ്കീർണമായ നഗരഭരണം കൈകാര്യം ചെയ്യുന്നതിൽ മുതൽക്കൂട്ടാകുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ ഗതാഗത, മാലിന്യ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു മുൻ DGPയുടെ പ്രായോഗിക സമീപനം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ BJPയുടെ ഒരു സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു. ശാസ്തമംഗലം വാർഡിൽ അവർ നേടിയ വിജയം കേവലം ഭൂരിപക്ഷത്തിൽ ഒതുങ്ങുന്നില്ലായിരുന്നു. CPMന്റെ യുവ നേതാവ് അമൃതയ്ക്കെതിരെ 700-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ശ്രീലേഖ നേടിയത്. 1774 വോട്ടുകൾ നേടി ശ്രീലേഖ വിജയിച്ചപ്പോൾ അമൃതയ്ക്ക് 1066 വോട്ട് മാത്രമാണ് ലഭിച്ചത്. പരമ്പരാഗത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതായിരുന്നു ഈ ഫലം. ഈ വിജയം BJP നേതൃത്വത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ശ്രീലേഖയുടെ വിജയം പാർട്ടി ചിഹ്നത്തിന്റെ മാത്രം വിജയമല്ല, മറിച്ച് വ്യക്തിഗത മികവിന്റെയും പൊതുജന സമിതിയുടെയും ഫലമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA ഭരണം പിടിച്ചാൽ ശ്രീലേഖ മേയറാകുമെന്ന സാധ്യത പ്രചാരണ വേളയിൽ തന്നെ സജീവമായിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഉന്നതമായ ഭരണപരിചയമുള്ള പൊതുസമൂഹത്തിൽ ശക്തമായ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിയെ തലസ്ഥാനത്തിന് ഭരണ ചുമതല ഏൽപ്പിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും കൂടുതൽ പ്രമുഖ വ്യക്തിത്വങ്ങളെ BJPയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ശ്രീലേഖയ്ക്ക് പുതിയ അനുഭവമായിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായ വിവാദങ്ങൾ അവരുടെ കന്നി പോരാട്ടത്തിൽ പിന്തുടർന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ പേരിനൊപ്പം IPS എന്ന പദവി ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടിയിലെ TS രശ്മി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഒരു സ്ഥാനാർത്ഥി അവരുടെ മുൻ ഔദ്യോഗിക പദവി തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ചട്ടലംഘനമായിരുന്നു എന്നാണ് വാദം. ഇതേ തുടർന്ന് ചില ചുവരെഴുത്തുകളിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നും IPS കറുത്ത മഷി ഉപയോഗിച്ച് മായ്ച്ചു കളയേണ്ടി വന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം ഒരു വിശ്വാസത്തിന്റെ പേരുള്ള കുറ്റകൃത്യമാണെന്നും കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായി പീഡനം ഉണ്ടാക്കുന്ന ഒന്നാണെന്നും ശ്രീലേഖ മുൻപ് എഴുതിയ ഒരു കുറിപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് പ്രധാന ആയുധമാക്കി. ബാലാവകാശ കമ്മീഷൻ പോലും വിഷയത്തിൽ കേസ് എടുത്തിരുന്നതിനാൽ ഈ പഴയ നിലപാട് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും ഈ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ശ്രീലേഖയുടെ വിജയത്തെ ബാധിച്ചില്ല. താൻ സ്ഥാനാർത്ഥിയായതിലുള്ള പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എന്ന ശ്രീലേഖയുടെ പ്രതികരണം ഈ വിവാദങ്ങളെ തള്ളിക്കളയാൻ സഹായിച്ചു. NDAക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു രാഷ്ട്രീയ വിജയമായി ഇത് മാറി. ആർ ശ്രീലേഖ മേയറാക്കുന്നതിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിക്കുന്ന ഗുണങ്ങൾ പലതാണ്. പോലീസിലെ ഉയർന്ന തലത്തിലുള്ള അച്ചടക്കവും കാര്യക്ഷമതയും നഗരഭരണത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അഴിമതി കുറയ്ക്കുന്നതിനും ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഉപകരിച്ചേക്കാം. റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച പരിചയം നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേഗത നൽകാൻ സഹായിക്കും. ഒരു മുൻ DGP മേയർ പദവിയിൽ എത്തുന്നത് കോർപ്പറേഷന്റെ പ്രൊഫൈൽ ഉയർത്തുകയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ നേടാൻ സഹായിക്കുകയും ചെയ്യും. ഒരു IPS ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള പ്രവർത്തന ശൈലി രാഷ്ട്രീയ പാർട്ടികളുമായി സമവായത്തിൽ എത്തുന്നതിൽ വെല്ലുവിളിയായേക്കാം. കോർപ്പറേഷനിലെ പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് പോകേണ്ട നഗരഭരണത്തിൽ നിർണായകമാണ്. BJPയുടെ കേഡർ സംവിധാനവുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരിക്കും. പാർട്ടി അണികളുടെയും പ്രാദേശിക നേതാക്കളുടെയും പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കേണ്ടി വരും. മാലിന്യം, വെള്ളക്കെട്ട്, അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങിയ തിരുവനന്തപുരത്തെ പരമ്പരാഗത പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും. ആർ ശ്രീലേഖയുടെ രാഷ്ട്രീയ പ്രവേശനവും മേയർ സ്ഥാനാർത്ഥിത്വം കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രശസ്തരും ഭരണപരിചയമുള്ളവരുമായ വ്യക്തികളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അടിത്തട്ടിൽ വേരുറപ്പിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ശ്രീലേഖ മേയർ പദവിയിൽ എത്തിയാൽ പോലീസ് സേവനത്തിൽ അവരുടെ അച്ചടക്കവും ഭരണപരിചയവും നഗരഭരണത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും പാർട്ടിയും. എന്നാൽ രാഷ്ട്രീയ സമവായത്തിന്റെയും പാർട്ടിയുടെ പിന്തുണയുടെയും വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട്. IPS ഉദ്യോഗസ്ഥ എന്ന പദവിയിൽ നിന്നും ഒരു രാഷ്ട്രീയ നേതാവിലേക്കുള്ള ഈ പരിണാമം കേരളത്തിന്റെ ഭരണ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ഏടായിരിക്കും എന്നതിലും സംശയമില്ല.